നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡിഷാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോയാ ചങ്ക്സിനെ കൊണ്ടുള്ള ചില്ലി ചിക്കൻ പോലെ ചെയ്തു. സോയാ ചില്ലി വിത്ത് വെജിറ്റബിൾസ്. ഹെൽത്തിയാണിത്. എല്ലാ വെജിറ്റബിൾസും ചേർത്തിട്ടുണ്ട്. ഹെൽത്തിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹെൽത്തി സോയാ ചങ്ക് ചില്ലിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഫ്ലോററ്റ്സ് ബ്രോക്കോളി, ഒരു ഹാഫ് ക്യാരറ്റ് ഡൈസ് ചെയ്തത്, ഒരു 5-6 പീസ്, ഒരു സവാള മീഡിയം സൈസ്, 2 ബേബി കോൺ, പിന്നെ 3 കളറിലുള്ള കാപ്സിക്കം, ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ്, പിന്നെ ടൊമാറ്റോ. അതിൻ്റെ ഉള്ളിലത്തേത് സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ട് ഇത് മാത്രം, കുറച്ച് ബീൻസ്, കുറച്ച് കോളിഫ്ലവർ. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. ചില്ലി ആണെന്ന് പറയുമ്പം ചില്ലി ചിക്കൻ പോലെ കഴിച്ചോളൂ. പിന്നെ ഞാൻ സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇത് 2 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 1 കപ്പിന് ഉണ്ടാക്കുന്നു. 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ്. അത് വെള്ളത്തിലിടുമ്പോൾ അധികമാവുമല്ലോ. ആക്ച്വലി ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. വേവിച്ച് വെച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. 1 കപ്പ് ഫുള്ളുണ്ട്. പിന്നെ എല്ലാ കോൺഫ്ലവർ, ചില്ലി വിനിഗർ, ജിഞ്ചർ ഗാർലിക് സോസ്, റെഡ് ചില്ലി സോസ്, സോയ സോസ്, റിച്ച് ടൊമാറ്റോ സോസ്. ഇത്രയും സാധനങ്ങൾ ഇതിനാവശ്യമാണ്. പിന്നെ കുറച്ച് മുളക് പൊടി. സോസിൻ്റെ എല്ലാം സോൾട്ട് നോക്കിയിട്ടതിന് ശേഷം ആവശ്യം. അപ്പം ഞാൻ അടുപ്പ് കത്തിക്കട്ടെ. ഇത് മതി. റിഫൈൻഡ് ഓയിലാണ് വേണ്ടത്. ചൈനീസ് ആയതുകൊണ്ട് റിഫൈൻഡ് ഓയിലാണ്. ഇതിലെല്ലാം സോട്ട് ചെയ്യണം. എല്ലാ വെജിറ്റബിൾസും ഇതിൽ സോട്ട് ചെയ്യും. കാപ്സിക്കം മാത്രം ലാസ്റ്റ്. കാപ്സിക്കും ബ്രോക്കോളിയും ലാസ്റ്റ്. ബാക്കിയെല്ലാം ഒരുമിച്ചിട്ടിടാം. പച്ചമുളകും ഇട്ടിട്ടില്ല. സോട്ടാവട്ടെ, നല്ലോണം സോട്ടാവണം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്, സോട്ടാവാൻ വേണ്ടിയിട്ട്. ബാക്കി സോസിൻ്റെ നോക്കിയിട്ട് വെജിറ്റബിൾസ് വല്ലാണ്ട് വേവാൻ പാടില്ല. രണ്ട് മിനിറ്റ് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എത്രയായി. ഇനി സോയാ ചങ്ക്സ് ഇടുന്നുണ്ട്. 1 കപ്പ് സോയാ ചങ്ക്സ്. ആ സമയം കൊണ്ട് നമുക്ക് വിനീഗറും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് ഞാനൊരു 1/4 കപ്പ് പിന്നെ വിനീഗർ എടുത്തിട്ടുണ്ട്. വിനീഗറും സോയാ സോസ്. ഇത് വിനീഗറാണ്, വെള്ളമല്ല. വിനീഗറും ചില്ലി വിനീഗർ ഞാൻ കാണിച്ചിട്ടില്ലേ, ഇതാണ്. ചില്ലി വിനീഗറും ഇത് ചില്ലി വിനീഗറാണ്. അതും കോൺഫ്ലവറും കൂടി ഞാൻ കലക്കി വെച്ചു. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം. ഇതിലും ഇടണം, ഇതിലും ഇടണം. പാപ്രിക്ക പൗഡർ, ഒരു കളറിന് വേണ്ടിയിട്ട്.
ഇനി നമുക്ക് എല്ലാ സോസുകളും ചേർക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് കലക്കി വെക്കാം. 1 ടീസ്പൂൺ ഷുഗറും കൂടി ചേർക്കണം. കുട്ടികൾക്കെല്ലാം ചില്ലി ചിക്കനാന്ന് വെച്ചിട്ട് നല്ലോണം കഴിച്ചോളൂ. ഇനി നമുക്ക് സോസുകൾ ചേർക്കാം. ഇത് ഡാർക്ക് സോയയാണ്, കുറച്ച് മതി, 1.5 ടീസ്പൂൺ. ഇത് ടൊമാറ്റോൻ്റെ റിച്ച് ടൊമാറ്റോ സോസ്. നമ്മൾ സാധാരണ ടൊമാറ്റോ സോസും കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. ഇത് റെഡ് ചില്ലി സോസ്, വെറും എരിവിനുമുണ്ട്, കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്താ കഷ്ടപ്പെടുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. ഇതാണ് ജിഞ്ചർ ഗാർലിക്. ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. സോട്ടാകട്ടെ. ഈ സോയാ സോസിലും ഇതിലും അത് ഇതാവണം. എന്നിട്ട് വേണം സോൾട്ട് നോക്കാം. ഒന്ന് സോട്ടാകുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇതാവട്ടെ. ഇതിൽ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ടേ, അത്രേ ആവശ്യമുള്ളൂ. ഇനി ഇത് കുറച്ച് സോട്ടാവട്ടെ. അതിൻ്റെ അകത്തുനിന്ന് സോസിൻ്റെ അകത്തുനിന്ന് അതൊന്ന് സോസ് കുടിക്കട്ടെ. ഈ വെജിറ്റബിൾസ് എല്ലാം ലാസ്റ്റ് ഇടേണ്ട വെജിറ്റബിൾസ് ഉണ്ട്. മല്ലിയില കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് രണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇടണം. ആ വെജിറ്റബിൾസ് എല്ലാം ഒന്നായി. ഈ ചൈനീസ് ആയതുകൊണ്ട് വെജിറ്റബിൾസ് അധികം വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ. ഇനി ബ്രോക്കോളി, ക്യാപ്സിക്കം അതൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് ആ ചില്ലി വിനീഗർ ഒഴിക്കാം. ക്യാപ്സിക്കും വിനീഗറും കൂടിയിട്ടുള്ളത് ഒഴിക്കാം. ഇതിൽ ഇതുവരെ വെള്ളമൊന്നും ചേർത്തില്ല, ഓൺലി സോസസ്. ഒരു 2 മിനിറ്റ് ഇത് സോസിനകത്ത് ഇരിക്കട്ടെ. ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് വേണ്ടി വരും, അത് ഇടുന്നുണ്ട്. അടച്ച് വെക്കാം. കഷ്ണങ്ങളെല്ലാം സോസിൽ റെഡിയായി. അപ്പോഴത്തേക്ക് ഞാൻ ചില്ലി വിനിഗർ, ചില്ലി പൗഡർ, പിന്നെ കോൺഫ്ലവർ ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിന്, കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത് 3ഉം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം ഇനി സോട്ടായിട്ടുണ്ട്, ആ സോസിൽ മുങ്ങിയിട്ടുണ്ട്. ഇനിയും ഇത് സോസ് കിടന്നിട്ട് സോഫ്റ്റ് ആയിക്കോളും. ഇത്ര ആവാൻ പാടുള്ളൂ. നമ്മളിത് ഒഴിക്കാൻ പോകുന്നു, കട്ടിയാവും. ഇപ്പോൾ ചപ്പാത്തി, പിന്നെ സ്കൂളിൽ ചോറിന് എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. കട്ടിയായി വരുന്നുണ്ട്. കോൺഫ്ലവറിൻ്റെ ആണ് ഈ കട്ടിയാവുന്നത്. ചിക്കനെ തോപ്പിക്കും. സോയ വലിയ ഇടുക. സോസ് ഇട്ടാൽ അധികം ചൂടാവേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കാം. കുറച്ചൊരു പെരങ്ങിയ പോലെ ഉണ്ടാവും. നല്ല കളറായിട്ടില്ല. എല്ലാവരും കണ്ടിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം പറയണേ. ഇറക്കാൻ പോവാ. വാങ്ങി അങ്ങനെ നമ്മൾ സോയാ ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം,
കമൻസ് ഇടണം.